Problem 1. A cube is resting on HP on a face and all the three views are geometrically the same. Which statement is true? ഒരു ക്യൂബ് ഒരു സ്ക്വയർ ഫേസിൽ എച്ച് പിയിൽ ഇരിക്കുകയാണ്. ക്യൂബിൻ്റെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും സൈഡ് വ്യൂയും എല്ലാം ജോമെട്രിക്കലി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. എ, ക്യൂബ് ഹാസ് ഓൾ ലാറ്ററൽ ഫേസസ് മേക്കിംഗ് 40 degrees to VP. Cube has one side making 30 degrees to VP. Cube has one side making 60 degrees to VP. And D, the cube has one side parallel to VP. ക്യൂബിൻ്റെ ഒരു സൈഡ് 45 ഡിഗ്രിയാണ്, ഒരു സൈഡ് 30 ഡിഗ്രിയാണ്, ഒരു സൈഡ് 60 ഡിഗ്രിയാണ്, ഒരു സൈഡ് പാരലാണ്. ഇതിലേതാണ് ശരി? എപ്പോൾ ക്യൂബിൻ്റെ ഒരു സ്ക്വയർ ഫേസിൽ തറയിലിരിക്കുമ്പോൾ എച്ച് പിയിൽ ഇരിക്കുമ്പോൾ ടോപ്പ് വ്യൂയും ഫ്രണ്ട് വ്യൂയും എൻഡ് വ്യൂയും സെയിം ജോമെട്രിക്കലി സെയിം ആകണമെങ്കിൽ the correct answer is the cube has one side parallel to VP. ക്യൂബിൻ്റെ ഒരു സൈഡ് വി പിക്ക് പാരലായിട്ടിരുന്നാൽ പ്ലാൻ ഒരു സ്ക്വയർ ആയിരിക്കും, എലിവേഷൻ ഒരു സ്ക്വയർ ആയിരിക്കും, എൻഡ് വ്യൂയും ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ ആൻസർ ഡി ഈസ് കറക്റ്റ്. Question 2. A cube is resting on HP on a face and the front and end views are geometrically the same. ഫ്രണ്ട് വ്യൂയും എൻഡ് വ്യൂയും ജോമെട്രിക്കലി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ക്യൂബ് ഹാസ് വൺ സൈഡ് പാരലൽ ടു വി പി, ഒരു സൈഡ് പാരലൽ ടു വി പി, one side making 30 degrees to VP, one side making 60 degrees to VP, all the above. അതായത് ഫ്രണ്ട് വ്യൂയും എൻഡ് വ്യൂയും ജോമെട്രിക്കലി സെയിം ആകണമെങ്കിൽ ക്യൂബ് എങ്ങനെ ഇരിക്കണമെന്നാണ് ചോദ്യം. ദ കറക്റ്റ് ആൻസർ ഈസ് ഡി, ഓൾ ദ എബവ്. മുമ്പിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഉത്തരവും ശരിയാണ്. Question 3. A cube is resting on HP on an edge which is perpendicular to VP. Which statement is true? ഒരു എഡ്ജിലാണ് ഇരിക്കുന്നത്, ഒരു സൈഡിൽ ബേസിലല്ല, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫേസിലല്ല, ഒരു എഡ്ജിലാണ് ഇരിക്കുന്നത്. ആകെ ക്യൂബിന് എത്ര എഡ്ജസ് ഉണ്ട്? 4 4 8 4 12 എഡ്ജസ് ഉണ്ട്. അതിലൊരു എഡ്ജിലിരിക്കുകയാണ്. ആ എഡ്ജ് എങ്ങനെയാണ്? വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ദ എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഫ്രണ്ട് വ്യൂ ആൻഡ് എൻഡ് വ്യൂ ആർ ജോമെട്രിക്കലി ദ സെയിം. Top view and end view are geometrically the same. Front view and top view are geometrically the same. None of the above. Which statement is correct? B, the top view and end view are geometrically the same. Question 4. A cube is resting on HP on an edge which is parallel to VP. Which statement is true? ക്യൂബ് ഒരു എഡ്ജിൽ ഇരിക്കുന്നു, ആ എഡ്ജ് വി പിക്ക് പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ഫ്രണ്ട് വ്യൂ ആൻഡ് എൻഡ് വ്യൂ ആർ ജോമെട്രിക്കലി സെയിം. ടോപ്പ് വ്യൂ ആൻഡ് എൻഡ് വ്യൂ ആർ ജോമെട്രിക്കലി ദ സെയിം. ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ആർ ജോമെട്രിക്കലി ദ സെയിം. നൺ ഓഫ് ദ എബവ്. ഫ്രണ്ട് വ്യൂയും എൻഡ് വ്യൂ ആണ് സെയിം എന്ന് പറയുന്നത് ആദ്യത്തേൽ, രണ്ടാമത്തേൽ ടോപ്പ് വ്യൂയും എൻഡ് വ്യൂ ആണ് സെയിം ആണെന്ന് പറയുന്നത്, മൂന്നാമത്തേൽ സിയിൽ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ ആണ് സെയിം ആണെന്ന് പറയുന്നത്. ഡി, നൺ ഓഫ് ദ എബവ്. ദ കറക്റ്റ് ആൻസർ ഈസ് സി, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ആർ ജോമെട്രിക്കലി ദ സെയിം. Question 5. A cube is resting on HP on an edge which is perpendicular to VP. VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എഡ്ജിലിരിക്കുന്നു. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? എ, ഫ്രണ്ട് വ്യൂ ഇസ് എ സ്ക്വയർ. ബി, ടോപ്പ് വ്യൂ ഇസ് എ സ്ക്വയർ. സി, സൈഡ് വ്യൂ ഇസ് എ സ്ക്വയർ. ആൻഡ് ഡി, നൺ ഓഫ് ദ എബവ്. കറക്റ്റ് ആൻസർ ഈസ് ഫ്രണ്ട് വ്യൂ ഇസ് എ സ്ക്വയർ. ഓപ്ഷൻ എ, ഫ്രണ്ട് വ്യൂ ഇസ് എ സ്ക്വയർ. Question 6. A cube is resting on HP on an edge which is parallel to VP. Which statement is ട്രൂ? ഒരു എഡ്ജിലിരിക്കുന്നു, ആ എഡ്ജ് വി പിക്ക് പാരലാണ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? ഫ്രണ്ട് വ്യൂ ഇസ് എ സ്ക്വയർ, ടോപ്പ് വ്യൂ ഇസ് എ സ്ക്വയർ, സൈഡ് വ്യൂ ഇസ് എ സ്ക്വയർ, ആൻഡ് നൺ ഓഫ് ദ എബവ്. ദ കറക്റ്റ് ആൻസർ ഈസ് സൈഡ് വ്യൂ ഇസ് എ സ്ക്വയർ. Question 7. A cube is suspended on a string fixed at a corner. What is the shape of the outline of the top view? ഒരു ക്യൂബിൻ്റെ ഒരു കോർണറിൽ ഒരു നൂല് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. കിട്ടുന്ന പ്ലാനിൻ്റെ ബൗണ്ടറി ഔട്ട്ലൈനിൻ്റെ ഷേപ്പ് എന്താണെന്ന്? എ, റെഗുലർ ഹെക്സഗൺ. ബി, റെക്റ്റാങ്കിൾ. സി, സ്ക്വയർ. ആൻഡ് ഡി, പാരലഗ്രാം. ദ കറക്റ്റ് ആൻസർ ഈസ് എ റെഗുലർ ഹെക്സഗൺ. Question 8. A cube is suspended on a string fixed at a corner. Which statement is true? ക്യൂബിനെ ഒരു നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ഫ്രണ്ട് വ്യൂ ഓൾവേസ് വിൽ ബി എ ഹെക്സഗൺ. Top view always will be a hexagon. Side view always will be a hexagon. None of the above. Correct answer is B. Top view always will be a hexagon. Question 9. A cube is suspended on a string fixed at a corner. Which statement is true?
all edges, all edges make same inclination to HP. B, all edges make same inclination to VP. C, 4 edges are parallel to VP. D, 4 edges are parallel to HP. The correct answer is A, all edges make same inclination to HP. Question 10. The plan and elevation of a triangular prism are given. How is the solid? തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ പ്ലാനും എലിവേഷനുമാണ്. ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ പ്ലാനും എലിവേഷനാണ്. ഒബ്ജക്റ്റ് എങ്ങനെയാണെന്നാണ് ചോദ്യം. എ, സ്റ്റാൻഡിങ് ഓൺ HP on its base. ബി, ലൈയിങ് ഓൺ VP on a face. സി, ലൈയിങ് ഓൺ HP on a face with axis parallel to VP. ഡി, ലൈയിങ് ഓൺ HP on a face with axis perpendicular to VP. നമുക്ക് എലിവേഷനിൽ നോക്കിയാൽ ആക്സിസിനെ കാണാം. എലിവേഷനിൽ ആക്സിസിനെ കാണാം. പ്ലാൻ ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിന് സെൻട്രലൊരു ലൈൻ ഉണ്ട്. ഹൗ ഈസ് ദ പ്രിസം? ദ പ്രിസം ഈസ് ലൈങ് ഓൺ HP on a face with axis parallel to VP. Option C. Option C is the correct answer. Question 11. The plan and elevation of a triangular prism are given. Which statement is correct with reference to the figure? One rectangular face of the prism is parallel to VP. One rectangular face of the prism is parallel to HP. One rectangular face of the prism is parallel to both HP and VP. One rectangular face of the prism is perpendicular to both HP and VP. എലിവേഷൻ നോക്കിയാൽ അറിയാം, റെക്റ്റാങ്കിളിൻ്റെ ഒരു ലൈൻ XY കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഒരു ട്രയാങ്കുലർ ഫേസ് HP കിടക്കുകയാണ്. ഒരു ട്രയാങ്കുലർ ഫേസ് HP കിടക്കുമ്പോൾ the triangular face will be parallel to HP. Option B is the correct answer. Therefore, one rectangular face of the prism is parallel to HP. When the rectangular face is on HP, it is parallel to HP. That's the reason. Question 12. The plan and elevation of a triangular prism are given. Which statement is most suited? Both triangular faces are parallel to HP. Both triangular faces are parallel to VP. Both triangular faces are parallel to HP and VP. Both triangular faces are perpendicular to HP and VP. ട്രയാങ്കുലർ ഫേസസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? രണ്ട് സൈഡിലുള്ളതാണ്. പ്രിസം ഇങ്ങനെ കിടക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ ഫേസസ് HPക്കും VPക്കും പെർപെൻഡിക്കുലർ ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ബോത്ത് ട്രയാങ്കുലർ ഫേസസ് ആർ പെർപെൻഡിക്കുലർ ടു HP and VP. Question 13. The plan and elevation of a triangular prism are given. Which statement is most suited? Axis is in profile plane. Axis is perpendicular to VP. Axis is perpendicular to HP. Axis parallel to both HP and VP. Option D is the correct answer. Axis is parallel to both HP and VP. Option D. Question 14. A tetrahedron of 50 mm side has 50 mm side ഉള്ള ഒരു tetrahedron. A, there are 4 axes of 50 mm length. B, 3 axes of 50√3 length. C, 4 axes of 50√3 length. D, 4 axes of 50√2/3 length. ഒരു ടെട്രാഹെഡ്രൻ്റെ 50 mm സൈഡ് ആണെങ്കിൽ അതിൻ്റെ ആക്സിസിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ടെട്രാഹെഡ്രന് 4 കോർണേഴ്സ് ഉണ്ട്. ഒരു കോർണറിനെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ഓപ്പോസിറ്റ് ഫേസിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്നത് ആക്സിസാണ്. അപ്പോൾ 4 ആക്സിസ് ഉണ്ട്. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 4 axes of 50 into √2/3. Question 15. A hexagonal pyramid 30 mm side of base and 70 mm axis will have its slant height. How much? What is the slant height of a pyramid? Slant height of a pyramid is the altitude of the isosceles triangular face. സൈഡിലുള്ള ഐസോസെലസ് ട്രയാങ്കുലർ ഫേസിൻ്റെ ഓൾട്ടിറ്റ്യൂഡിനെയാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെക്സഗണൽ പിരമിഡ് 30 mm സൈഡ് ഓഫ് ബേസ് ആണ്, 70 mm ആക്സിസ് ആണ്. അത് വരച്ച് നോക്കിയിട്ട് അതിൻ്റെ ഷേപ്പ് വരച്ച് നോക്കിയിട്ട് അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് വാട്ട്? 70² പ്ലസ് 30/√3 സ്ക്വയർ. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ബേസിൻ്റെ സെൻട്രിൽ നിന്ന് ഒരു സൈഡിൻ്റെ സെൻറ്ററിലേക്കുള്ള ലൈനിൻ്റെ ലെങ്ത്ത് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്. 30 mm സൈഡുള്ള ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ്. അത് കണ്ടുപിടിക്കണം ആദ്യം. ദാറ്റ് ഈസ് 30/√3 isn't it? 30/√3 I think. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്ത് സ്ക്വയർ ചെയ്ത് 30√3 സ്ക്വയർ പ്ലസ് 70 ആക്സിസ് സൈഡ് സ്ക്വയർ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ദ കറക്റ്റ് ആൻസർ ഈസ് 76.16.
16. A hexagonal pyramid 30 mm side 30 mm side of base and 70 mm axis lies on HP on a triangular face. ഒരു ഹെക്സഗണൽ പിരമിഡ് 30 mm സൈഡ് 70 mm ആക്സിസ് ട്രയാങ്കുലർ ഫേസിൽ കിടക്കുന്നു. വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ആക്സിസ് ടു എച്ച് പി? ആക്സിസിൻ്റെ എച്ച് പി ആയിട്ടുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ദ ആൻസർ ഈസ് 20.4 degrees. Question 17. A cone is standing on HP on a point of its base circle with axis parallel to VP and making 40 degrees to HP. The generator containing P in this position will be A. Parallel to VP making 40 degrees to HP. B. Parallel to VP making less than 40 degrees to HP. C. Parallel to VP making more than 40 degrees to HP. And D. Parallel to HP and making 40 degrees to VP. ഒരു കോൺ ബേസ് സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ ഇരിക്കുന്നു. ആക്സിസ് വി പി ആയിട്ട് പാരലലും എച്ച് പി ആയിട്ട് 40 ഡിഗ്രിയാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ തറയിലിരിക്കുന്ന പോയിന്റ് പി ആണെങ്കിൽ പി കണ്ടെയ്ൻ ചെയ്യുന്ന ജനറേറ്റർ എന്ന് പറഞ്ഞാൽ പിയും അപ്പെക്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ, സർഫസ് ആയിട്ടുള്ള ലൈൻ, ആ ലൈൻ എച്ച് പി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ആക്സിസ് വി പിക്ക് പാരലലായിരിക്കും, 40 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? C is the correct answer. Parallel to VP and making more than 40 degrees to HP. Question number 18. The front view of a cylinder consists of two ellipses. ഒരു സിലിണ്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ 2 എലിപ്സും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ടാൻജൻസും ആണുള്ളത്. 2 ellipses with tangents connecting them. If the minor axes of the ellipse are parallel to XY line, how is the actual position? എലിപ്സുകളുടെ മൈനർ ആക്സിസ് XYക്ക് പാരലൽ ആണെങ്കിൽ how is the position of the cylinder? സിലിണ്ടറിൻ്റെ എ ആക്സിസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി. ബി ആക്സിസ് പാരലൽ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. ആക്സിസ് പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി. ഡി ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. സി ഈസ് ദ കറക്റ്റ് ആൻസർ. ആക്സിസ് പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി. Question number 19. The drawing represents the end view from the left side of a square pyramid 40 mm side of base and 70 mm axis. First angle projection. How is the pyramid? തന്നിരിക്കുന്നത് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ 40 mm സൈഡ് ഓഫ് ബേസും 70 mm ആക്സിസും ഉള്ള ഒരു സ്ക്വയർ പിരമിഡിൻ്റെ എൻഡ് വ്യൂ ആണ്. പിരമിഡ് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഹൗ ഈസ് ദ പിരമിഡ്? എ ലൈങ് ഓൺ എച്ച് പി ഓൺ എ ട്രയാങ്കുലർ ഫേസ് വിത്ത് ആക്സിസ് പാരലൽ ടു വി പി. ബി ലൈങ് ഓൺ എച്ച് പി ഓൺ എ സ്ലാന്റ് എഡ്ജ് വിത്ത് ആക്സിസ് പാരലൽ ടു വി പി. C. Lying on HP on a triangular face with axis perpendicular to VP. None of the above. The correct answer is none of the above. ഈ പറഞ്ഞ ഒന്നും ശരിയല്ല. Question 20. The drawing represents the end view from the left side of a square pyramid 40 mm side of base and 70 mm axis. How is the pyramid? A. Lying on HP on a slant edge which is perpendicular to VP. Lying on HP on a slant edge which is parallel to VP. Lying on HP on a triangular face with axis inclined to VP. And lying on HP on a triangular face with axis inclined to HP. What is the correct answer? A is the correct answer. Lying on HP on a slant edge which is perpendicular to VP. Slant edge ആണ് കിടക്കുന്നത്. ആ slant edge VPക്ക് perpendicular ആണ്. Question 21. The drawing represents the end view from left of a square pyramid 40 mm side of base and 70 mm axis. Same question. Sub questions. Which statement is wrong? ഏത് സ്റ്റേറ്റ്മെന്റ് തെറ്റെന്നാണ് ചോദ്യം. എ ബേസ് ഓഫ് ദ പിരമിഡ് ഈസ് നിയറർ ടു വി പി. തെറ്റാണത്. ബേസ് ഓഫ് ദ പിരമിഡ് ഈസ് നിയറർ ടു വി പി എന്നുള്ളത് തെറ്റാണ്. ബി ഇൻക്ലിനേഷൻ ഓഫ് ദി ആക്സിസ് ടു വി പി ഈസ് മോർ ദാൻ ഇൻക്ലിനേഷൻ ടു എച്ച് പി. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ആക്സിസ് ടു എച്ച് പി ആൻഡ് വി പി ഈസ് 90. കറക്റ്റാണ്. θ+φ 90 ആണ്. അപ്പെക്സ് ഓഫ് ദ പിരമിഡ് ഈസ് നിയറർ ടു വി പി. അത് ശരിയാണ്. അപ്പോൾ ഏതാണ് തെറ്റായിട്ടുള്ളത്? എ സ്റ്റേറ്റ്മെൻറ്റ് എ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എ. ബേസ് ഓഫ് ദ പിരമിഡ് ഈസ് നിയറർ ടു വി പി. ആക്ച്വലി അപ്പെക്സ് ഓഫ് ദ പിരമിഡ് ഈസ് നിയറർ ടു വി പി. Question 22. Drawing represents the front view of a square pyramid. ഈ തന്നിരിക്കുന്ന ഫ്രണ്ട് വ്യൂ ആണ്. Square pyramid 40 mm side of base and 70 mm axis. Which statement is correct? Pyramid is lying on HP on its base. Pyramid is lying on HP on a slant edge with axis parallel to VP. Pyramid is lying on HP on a triangular face with axis parallel to VP. Pyramid is resting on HP on an edge of base with axis parallel to VP. ഏതാണ് കറക്റ്റ് ഉത്തരം? The pyramid is lying on HP on a slant edge with axis parallel to VP. Correct answer is B. Correct answer is B. Question 23. The drawing represents the front view of a square pyramid 40 mm side of base and 70 mm axis. Which statement is correct?
base is nearer to VP than the apex. തെറ്റാണ്. One diagonal of the base is inclined to HP by 45 degrees. തെറ്റാണ്. One diagonal of the base is parallel to VP. കറക്റ്റാണ്. ഒരു ഡയഗണൽ ബേസിൻ്റെ ഒരു ഡയഗണൽ വി പിക്ക് പാരലാണ്, ഒരു ഡയഗണൽ പെർപെൻഡിക്കുലറുമാണ്. C is the correct answer. D, apex is nearer to VP than the base. C is the correct answer. One diagonal of the base is parallel to VP. Question number 24. When a tetrahedron is suspended on a string tied at a corner, its top view will be very simple and a triangle. B, a triangle. 25. When an octahedron is suspended on a string tied at a corner, its top view will be very simple, square. C. 25. The drawing shown here represents the front view of a cylinder. തന്നിരിക്കുന്നത് ഒരു സിലിണ്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഹൗ ഈസ് ദ സിലിണ്ടർ എന്നാണ്, അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദ സിലിണ്ടർ എന്താണെന്നാണ് ചോദ്യം. സിലിണ്ടർ ഈസ് സ്റ്റാൻഡിങ് ഓൺ HP on its base with axis perpendicular to HP. തെറ്റാണ്. Cylinder is standing on HP on a point of its base circle with axis inclined to HP and parallel to VP. തെറ്റാണ്. Cylinder standing on HP on a point of its base circle with axis inclined to VP and parallel to HP. VP and parallel to HP. തെറ്റാണ്. Cylinder standing on HP on a point of its base circle with axis inclined to both HP and VP. Correct. D ആണ് correct answer. D is the correct answer. Cylinder is standing on HP on a point of its base circle with axis inclined to both HP and VP. Question number 27. The drawing represents the front view of a cylinder kept in first quadrant. Which statement is correct? Base of the cylinder is nearer to VP than the top. Correct. Axis is perpendicular to HP. തെറ്റ്. Axis is perpendicular to VP. തെറ്റ്. Top face of the cylinder is nearer to VP than the base. തെറ്റ്. ഏതാണ് അപ്പോൾ കറക്റ്റ് ആൻസർ? എ. ബേസ് ഓഫ് ദ സിലിണ്ടർ ഈസ് നിയറർ ടു VP. അത് കാരണമാണ് നമ്മൾ ബേസ് ഫുള്ള് കാണാത്തത്, ടോപ്പ് ഫുള്ള് കാണുന്നത്. വി സീ ദറ്റ് full circle of the top as an ellipse because the ellipse is near, the top is nearer to us. That is, the base is nearer to VP. That's the correct answer. A. Base of the cylinder is nearer to VP. Question number 28. The drawing shows the top view of a polyhedron. Define the position. ഒരു ഹെക്സഗണൽ പിരമിഡാണ് ഈ കാണുന്നത്. ഹെക്സഗണൽ പിരമിഡ് ഒരു ബേസ് എഡ്ജിൽ ഇരിക്കുന്നു, അതിൻ്റെ അല്ലെങ്കിൽ ബേസ് എഡ്ജ് HP പാരലായിട്ടിരിക്കുന്നു, അതിൻ്റെ ആ ബേസ് എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിൾ ഓഫ് ഫേസ് ABO HP-ക്കും VP-ക്കും പെർപെൻഡിക്കുലറാണ്. അതാണ് പൊസിഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. എ. ഹെക്സഗണൽ പിരമിഡ് വിത്ത് ഇസ് ബേസ് പാരലൽ ടു HP. തെറ്റാണ്. ഹെക്സഗണൽ പിരമിഡ് വിത്ത് എ ട്രയാങ്കുലർ ഫേസ് പാരലൽ ടു HP. തെറ്റാണ്. Hexagonal pyramid with its base perpendicular to HP and VP. Base perpendicular to HP and VP. തെറ്റാണ്. Hexagonal pyramid with a side of base perpendicular to VP and a triangular face containing this edge perpendicular to HP and VP. Correct. D is the correct answer. Correct answer is D. Question number 29. When a cone is suspended on a string tied at a point of its base circle, its axis will be. ഒരു കോണിനെ അതിൻ്റെ ബേസ് സർക്കിളിൽ ഒരു പോയിന്റിൽ നൂല് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിസ് എങ്ങനെയായിരിക്കുന്നതാണ് ചോദ്യം. ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ദ ആക്സിസ് വിൽ ബി ഇൻക്ലൈൻ ടു HP. ഉത്തരം നോക്കാം. എ. പാരലൽ ടു HP. ബി. പെർപെൻഡിക്കുലർ ടു HP. സി. ഇൻക്ലൈൻ ടു HP ആൻഡ് ഡി. പെർപെൻഡിക്കുലർ ടു VP. ദ കറക്റ്റ് ആൻസർ ഈസ് ഇൻക്ലൈൻ ടു HP. സി. Question number 30. A cone 50 mm diameter and 50 mm axis rests on HP on its base. 50 mm ബേസും 50 mm ആക്സിസുമുള്ള ഒരു കോൺ ബേസിലിരിക്കുന്നു. അതിൻ്റെ എലിവേഷൻ്റെ ഷേപ്പ് എന്താണ്? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ? 50 mm ബേസും 50 mm ആക്സിസുമുള്ള ഒരു കോൺ ബേസിലിരുന്നാൽ അതിൻ്റെ എലിവേഷൻ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ആ ട്രയാങ്കിളിൻ്റെ ബേസിൽ XYയിലിരിക്കുന്ന സൈഡ് 50 ആയിരിക്കും, മറ്റേത് രണ്ടും 50യേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഹൈറ്റ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് രണ്ടും 50യേക്കാൾ കൂടുതലായി, സൈഡിലുള്ള രണ്ടും കൂടുതലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. നോക്കൂ, ആൻസർ എ. ഇക്വലാറ്റർ ട്രയാങ്കിൾ. ബി. സർക്കിൾ. സി. ഐസോസെലസ് ട്രയാങ്കിൾ. ഡി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ദ കറക്റ്റ് ആൻസർ ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒബ്ജക്റ്റുകളെ പല പൊസിഷനിൽ വെച്ചിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ദീസ് questions will give you some concept. എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിവിടെ തരാൻ ഉദ്ദേശിച്ചത്. Many objects, pyramid, prisms, etc. can be kept in different positions and you will be asked to visualize and to draw the views. There can be such questions. These videos, these 30 problems help you to make visualization and help you to choose correct possible solutions. Thank you. If you are impressed with this presentation,
these objective type questions and answers, please subscribe to my channel. I am Dr. Vinodkumar. I am a retired professor from Cochin University of Science and Technology. Okay, thank you.